എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാൻ സാമ്പത്തികമായ ഒരു വിടുതലിനെ കുറിച്ച് ഉള്ള ഒരു വചനവും അതിനെക്കുറിച്ചാണ് ഇന്ന് ഞാൻ സംസാരിക്കുവാനായിട്ട് പോകുന്നത്. നമ്മൾക്കറിയാം, ഇന്ന് ഈ കാലഘട്ടത്തിൽ സാമ്പത്തികമായ പ്രതിസന്ധി എല്ലാവരും നേരിടുന്നുണ്ടല്ലേ. ഇനിയിപ്പോൾ ബിസിനസ്സുകാരോട് ചോദിച്ചാൽ അവർക്കും ഉണ്ടാകും, ഏത് സാധാരണക്കാരനോട് ചോദിച്ചാലും ഒരു സാമ്പത്തിക പ്രതിസന്ധി ഇന്ന് നേരിടുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. കാരണം എല്ലാത്തിനും വിലയാണല്ലേ. സകല ആവശ്യ സാധനങ്ങൾക്കും ഇന്ന് വില ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. എല്ലാത്തിനും വിലയാണ്. അപ്പോൾ അത് ആ ഒരു സമയത്തിൻ്റെ അല്ലെങ്കിൽ ഈ ഒരു കാലത്തിൻ്റെ പ്രത്യേകതയാണ്. ഇങ്ങനെ എല്ലാ വിധത്തിലും നമ്മുടെ സാമ്പത്തികമായിട്ട് ഞെരുങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു സിറ്റുവേഷനിലൂടെയാണ് ആൾക്കാർ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആൾക്കാർ ജീവിക്കുന്നില്ലേ എന്ന് ചോദിച്ചാൽ ജീവിക്കുന്നുണ്ട്. എന്നാൽ ഒരുമാതിരിപ്പെട്ട നമ്മളിപ്പോൾ വലിയ വലിയ ടീമുകളാണെന്ന് വിചാരിക്കുന്ന ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം അവരെ എടുത്തു നോക്കുമ്പോൾ അവരും ലോണിൻ്റെ പുറത്തായിരിക്കും ഓടിക്കൊണ്ടിരിക്കുന്നത്. ലോൺ, എല്ലാത്തിനും ലോണാണ്. കാറിന് ലോൺ, എന്തിനേറെ പറയുന്ന ഒരു 2 വീലറിന് ലോൺ, ഇനി എന്താണ് വീടിന് ലോൺ, സകലത്തിനും ലോണാണ്. പിള്ളേരെ പുറത്ത് വിട്ട് പഠിപ്പിക്കുന്നത് ലോണിൻ്റെ പുറത്താണ്. എല്ലാം ലോൺ എടുത്തിട്ടുള്ള പരിപാടിയാണ് അല്ലേ. എന്ന് വെച്ചാൽ ഈ സാമ്പത്തികം എന്ന് പറയുന്നത് ഒരു വലിയ എന്താ പറയുക ചോദ്യചിഹ്നമായിട്ട് അല്ലെങ്കിൽ ഒരു ക്വസ്റ്റ്യൻ മാർക്കായിട്ട് നിൽക്കുകയാണ്. അപ്പോൾ ഇതിനകത്തൊരു വിടുതൽ നമ്മളുടെ എല്ലാം ജീവിതത്തിൽ നമ്മൾ ആഗ്രഹിക്കുന്നതല്ലേ. അപ്പോൾ ദൈവവും നമ്മളെ അനുഗ്രഹിക്കുന്ന ദൈവം തന്നെയാണ്. സാമ്പത്തികമായി നമ്മളെ ഞെരുങ്ങണമെന്ന് ആഗ്രഹിക്കുന്ന ദൈവമല്ല, ദൈവം നമ്മളെ അനുഗ്രഹിക്കുന്ന ദൈവമാണ്. കാരണം ദൈവം ദരിദ്രനായിട്ട് തീർന്നത് എന്തിനാ? നമ്മളെ സമ്പന്നരാക്കുവാനായിട്ടാണ് ദൈവം ദരിദ്രനായിട്ട് തീർന്നത്. അപ്പോൾ നമ്മൾക്കൊരു സാമ്പത്തികമായൊരു അഭിവൃദ്ധി വേണം എന്നുള്ളത് ദൈവം നമ്മൾക്ക് വെച്ചേക്കുന്നതാണ്. അപ്പോൾ ആ ഒരു അനുഗ്രഹം നമ്മൾ പ്രാപിച്ചെടുക്കണം. അപ്പോൾ ഇന്ന് പലരും പറയും സമൃദ്ധിയുടെ സുവിശേഷം. ഞാൻ അതിനെക്കുറിച്ചല്ല സംസാരിക്കുന്നത്. സമൃദ്ധിയുടെ സുവിശേഷം വേറെയാണ്. സമൃദ്ധിയുടെ സുവിശേഷം എന്ന് പറയുന്നത് ജീവിതത്തിൽ സമൃദ്ധി മാത്രം, വേറെ ഒന്നും വേണ്ട എന്ന് വെച്ചാൽ ദൈവവും വേണ്ട, സമൃദ്ധി മാത്രം മതി. അതിനു വേണ്ടിയിട്ട് ആ സമൃദ്ധി ലഭിക്കാൻ വേണ്ടിയിട്ടുള്ള ദൈവം, അതാണ് സമൃദ്ധിയുടെ സുവിശേഷത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്. ഞാൻ അതല്ല സംസാരിക്കുന്നത്. നമ്മൾക്ക് അത്യാവശ്യം വേണ്ടുന്ന സാമ്പത്തികവും സാമ്പത്തിക അഭിവൃദ്ധികളും സാമ്പത്തിക സമൃദ്ധിയും നമ്മൾക്ക് അത്യാവശ്യം വേണ്ടുന്നത് വേണം തന്നെ വേണം അല്ലേ. ഇല്ല എങ്കിൽ എന്താണ്, നമ്മൾക്ക് അതിൻ്റെതായ ബുദ്ധിമുട്ടുകളുണ്ടാകാം. കാരണം നമ്മൾക്കൊരു വീട് വെക്കണം. വീട് വെക്കണമെങ്കിൽ എന്താണ്, നമ്മൾക്ക് അന്നന്ന് ജീവിച്ചു പോയാൽ മതിയോ? പോരാ. കാരണം ഒരു വീട് വെക്കണമെങ്കിൽ കുറച്ച് സേവിങ്സ് നമ്മളുടെ കരത്തിൽ ഉണ്ടാകണം. എന്നാലേ നമ്മൾക്ക് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ, ഒരു വീട് വെക്കുവാനായിട്ട് പറ്റത്തുള്ളൂ. അതുപോലെ തന്നെ സ്ഥലം മേടിക്കണമെങ്കിലോ അതിന് നമ്മളുടെ കയ്യിൽ കുറച്ച് സേവിങ്സ് ഉണ്ടായിരിക്കണം. ഒരു കാർ മേടിക്കണമെങ്കിൽ അല്ലെങ്കിൽ ഒരു 2 വീലർ മേടിക്കണമെങ്കിൽ, എന്തിനേറെ പറയുന്ന ഒരു സൈക്കിൾ മേടിക്കണമെങ്കിൽ പോലും അത്യാവശ്യം ഒരു സേവിങ്സ് നമ്മളുടെ കരത്തിൽ ഉണ്ടാകണം. പിന്നെ എന്താണ്, കുഞ്ഞുങ്ങളെ പഠിപ്പിക്കണം അല്ലേ. പേരൻസിനോട് ചോദിച്ചാൽ പറയും കുഞ്ഞുങ്ങളെ പഠിപ്പിക്കണം. ഏത് LKG UKG ആണെങ്കിൽ പോലും, ഇനി എന്തിനേറെ പറയുന്നു സർക്കാർ സ്കൂളിലാണെങ്കിൽ പോലും അത്യാവശ്യം അവർക്ക് വേണ്ടുന്ന സാധനങ്ങളൊക്കെ നമ്മൾ മേടിച്ചു കൊടുക്കണം അല്ലേ. അപ്പോൾ ഇതിനെല്ലാം നമ്മളുടെ കയ്യിൽ എന്തുണ്ടായിരിക്കണം, ഒരു കുറച്ച് സേവിങ്സുകൾ ഉണ്ടായിരിക്കണം. എന്ന് വെച്ചാൽ അന്നന്ന് ജീവിച്ചു പോയാൽ മാത്രം പോരാ, നമ്മൾക്ക് അത്യാവശ്യം വേണ്ടുന്ന ഒരു സേവിങ്സും നമ്മളുടെ കരത്തിൽ ഉണ്ടാകണം എന്നുള്ളത് ദൈവം ആഗ്രഹിക്കുന്ന കാര്യം തന്നെയാണ്. ദൈവം അത് സമൃദ്ധിയായിട്ട് നമ്മളെ അനുഗ്രഹിക്കുന്ന ദൈവം തന്നെയാണ് എന്നുള്ളൊരു യാഥാർത്ഥ്യം കൂടെ നമ്മൾ തിരിച്ചറിയണം. അപ്പോൾ എങ്ങനെയാണ് നമ്മൾക്ക് ഇതിനകത്തൊരു വിടുതൽ പ്രാപിച്ചെടുക്കുവാനായിട്ട് പറ്റുന്നത്? ഓർക്കുക, ഈ സാമ്പത്തിക പ്രതിസന്ധിയും സാമ്പത്തിക ബന്ധനവും എന്ന് പറയുന്നത് പൈശാചിക ബന്ധനമാണ്. നമ്മൾ ഈ മന്ത്രവാദം, കൂടോത്രം അങ്ങനെയുള്ള കാര്യങ്ങളിലോട്ടൊക്കെ അങ്ങനെയുള്ളവരുമായിട്ടൊക്കെ സംസാരിച്ച് കഴിയുമ്പോൾ ഓർക്കണം, അവർ ഈ മന്ത്രവാദം, കൂടോത്രം ഇങ്ങനെയുള്ള ആ ഒരു പൈശാചിക മണ്ഡലം ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ എന്താ സംഭവിക്കുന്നതെന്ന് അറിയാമോ? ആദ്യം ഒരു വ്യക്തിയുടെ സാമ്പത്തിക മേഖലയാണ് അതെന്ത് ചെയ്യുന്നത്, ബ്ലോക്ക് ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ടാണ് ബാക്കി കാര്യങ്ങളിലേക്ക് കടക്കുന്നത്. കാരണം ഈ സാമ്പത്തിക മേഖലയെ ബ്ലോക്ക് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ ആ വ്യക്തിയെ കീഴ്പ്പെടുത്താൻ എളുപ്പമാണ്. അപ്പോൾ അതാണ് ഈ പൈശാചിക മണ്ഡലം ചെയ്യുന്നത്. ആദ്യം നമ്മളുടെ സാമ്പത്തിക മേഖലകളെ ബ്ലോക്ക് ചെയ്യും. അപ്പോൾ ഇതിൽ നിന്നൊരു വിടുതൽ നമ്മൾക്ക് വേണം. അത് നമ്മൾക്ക് ദൈവം വെച്ചിരിക്കുന്നതാണ്. അപ്പോൾ ഒരു സാമ്പത്തികമായ ഒരു ബന്ധനത്തിൽ നിന്നും നമ്മൾക്കൊരു വിടുതൽ ലഭിക്കണം. എന്ന് വെച്ചാൽ ഒരു സമൃദ്ധി ദൈവം നമ്മൾക്ക് തരണം. ഒരു ഫിനാൻഷ്യൽ ബ്രേക്ക് ത്രൂ അത് ദൈവം നമ്മൾക്ക് തരണം. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ ദൈവത്തോട് പ്രാർത്ഥിക്കുക തന്നെ ചെയ്യണം. ദൈവം നമ്മൾക്കത് തരിക തന്നെ ചെയ്യും. കാരണം ഇന്ന് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ ദൈവം എന്നോട് ഇടപെട്ട ഒരു വചനമാണ്. അതുകൊണ്ടാണ് ഞാനിന്നത് എനിക്കും നിങ്ങൾക്കും ഒക്കെ അത് ഒരു വിടുതലായിട്ട് മാറണം. അതിനു വേണ്ടിയിട്ടാണ് ഞാൻ സംസാരിക്കുവാനായിട്ട് പോകുന്നത്. ഇനി ദൈവത്തിൻ്റെ വചനം എന്താ പറയുക, 1 ക്രോണിക്കൽസ് 29:12, അതായത് 1 ദിനവൃത്താന്തം 29:11-12 ആ വചനം എന്ന് പറയുന്നത്. ആ വചനം ഞാനൊന്ന് വായിക്കാം. വചനം എങ്ങനെയാണ് പറയുന്നത്? യഹോവേ, രാജത്വം നിനക്കുള്ളതാകുന്നു, നീ സകലത്തിനു മീതെ തലവനായിരിക്കുന്നു. ധനവും ബഹുമാനവും നിങ്കൽ നിന്ന് വരുന്നു, നീ സർവവും ഭരിക്കുന്നു. ശക്തിയും ബലവും നിന്റെ കയ്യിലിരിക്കുന്നു. സകലത്തെയും വലുതാക്കുന്നതും ശക്തീകരിക്കുന്നതും നിന്റെ പ്രവൃത്തിയാകുന്നു.
അപ്പോൾ ഇതിനകത്തെ മെയിൻ നമ്മൾ നോക്കാൻ പോകുന്ന വചനം ഏതാണ്? ധനവും ബഹുമാനവും ആരിൽ നിന്നാണ് വരുന്നത്? ദൈവത്തിൽ നിന്നാണ് വരുന്നത്, നിങ്കൽ നിന്ന് വരുന്നു. യഹോവയെ എന്ന് വിളിച്ചിട്ടാണ് തുടങ്ങണേ 11ാമത്തെ വാക്യത്തിനകത്ത്. അപ്പോൾ ഈ ധനവും ബഹുമാനവും ആരിൽ നിന്നാണ് വരുന്നത്? യഹോവയിൽ നിന്നാണ് വരുന്നത്. എന്തുകൊണ്ട് ഈ ധനവും ബഹുമാനവും ഒന്നിച്ച് ചേർത്ത് പറയുന്നത്? അതൊന്നിച്ച് ചേർത്ത് പറയുന്നത് എന്തിനാണെന്നറിയാമോ? ഈ ധനമുണ്ടെങ്കിലേ ബഹുമാനം ഉണ്ടാകത്തുള്ളൂ. നമ്മളൊന്ന് ഓർത്ത് നോക്കിക്കേ, നമ്മളിനി എത്ര വലിയ ദൈവത്തിൻ്റെ വേല ചെയ്യുന്ന ശുശ്രൂഷകനോ ശുശ്രൂഷക്കാരത്തിയോ ആകട്ടെ, നമ്മളൊരു അച്ചട്ട് പ്രവചനമൊക്കെ പറയുകയാണ് അല്ലേ? നമ്മൾ പ്രവചനമൊക്കെ പറഞ്ഞു നമ്മളിലൂടെ എന്ത് വീര്യപ്രവർത്തി ചെയ്താലും ആദ്യം എല്ലാവരും പുറകെ ഉണ്ടാകും. അതൊന്ന് കേൾക്കാനും ആ ഒരു വീര്യപ്രവർത്തി ഒന്ന് അനുഭവിക്കാനും അല്ലെങ്കിൽ ഒരു പ്രവചനം കേൾക്കാനും ഒക്കെ ഉണ്ടാകും. കുറച്ച് കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്ക് ഈ വ്യക്തിയോട് വലിയ വിലയൊന്നും ഉണ്ടാകത്തില്ല. കാരണം എന്താണെന്നറിയാമോ? ഇത് പാവപ്പെട്ട ദൈവദാസന അല്ലെങ്കിൽ പാവപ്പെട്ട ഒരു പ്രവാചകനോ അല്ലെങ്കിൽ പ്രവാചകിയോ. അപ്പോൾ പേടിയാ. എന്ത്? ഇവരെയൊക്കെ നമ്മൾ കൂടെ ഇവരുമായിട്ട് ബന്ധം സ്ഥാപിക്കാൻ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവർ നമ്മൾക്കൊരു ബാധ്യതയാകുമോ എന്നുള്ള ഒരു പേടി ആർക്കുണ്ടാകും? മറ്റുള്ളവർക്ക് ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട്. എന്ന് വെച്ചാൽ ഈ ലോകത്തിൽ ആത്മീയ ഗോളത്തിലാകട്ടെ അനാത്മീയ ഗോളത്തിലാകട്ടെ സമ്പത്തുണ്ടെങ്കിൽ മാത്രമേ എന്തുണ്ടാകത്തുള്ളൂ? ബഹുമാനം ഉണ്ടാകത്തുള്ളൂ. ഇല്ലെങ്കിൽ ഒരു ബഹുമാനം ഉണ്ടാകത്തില്ല. അത് നഗ്നമായ സത്യമാണ്. അതിനകത്ത് യാതൊരു തർക്കവുമില്ല. ഇനി ആര് തർക്കിക്കാൻ വന്നാലും നിങ്ങൾ ഒരു നിമിഷം കണ്ണടച്ചിട്ട് നിങ്ങളുടെ ചർച്ചിലെ കാര്യം അല്ലെങ്കിൽ നിങ്ങളുടെ ചുറ്റുവട്ടത്തെ കാര്യമൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ മതി. അപ്പോൾ അതിനുള്ള ഉത്തരം കിട്ടും. അതുകൊണ്ട് ഈ ധനമില്ല എങ്കിൽ എന്താണ്? ബഹുമാനം എന്ന് പറയുന്ന സംഭവം നമ്മൾക്കുണ്ടാകത്തേയില്ല. ഈ ധനത്തിനോട് കൂടിയാണ് എന്തു വരുന്നത്? ബഹുമാനവും വരുന്നത് എന്നുള്ളൊരു യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയുക. അതുകൊണ്ടാണ് ദൈവത്തിൻ്റെ വചനം അത് വ്യക്തമായിട്ട് എഴുതി വെച്ചിരിക്കുന്ന ധനവും ബഹുമാനവും നിങ്കൽ നിന്ന് വരുന്നു. ആരിൽ നിന്നാണ് വരുന്നത്? ദൈവത്തിൽ നിന്നാണ് വരുന്നത്. അതെന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? അപ്പോൾ നമ്മൾ ചോദിക്കുന്നു, ഈ അംബാനി അദാനി ഇവർക്കൊക്കെ എവിടുന്നാണ് സമ്പത്തുണ്ടായത്? ദൈവം കൊടുത്തതാണോ എന്ന് ചോദിക്കും. ഓർക്കുക, ദൈവം കൊടുക്കാത്ത സമ്പത്ത്, ദൈവം അനുഗ്രഹിക്കാത്ത സമ്പത്തിൻ്റെ പ്രത്യേകത എന്താണെന്നറിയാമോ? അതുകൊണ്ട് ആ വ്യക്തിക്ക് ഒരിക്കലും സ്വസ്ഥത ഉണ്ടാകത്തില്ല. അവർക്ക് ടെൻഷനാണ്. കാരണം ഈ വിപണി, ഇപ്പം ഈ ബിസിനസ്സുകാരെ എടുത്ത് നോക്ക്, അവരോട് ചോദിച്ച് നോക്കിയാൽ അവർക്ക് ടെൻഷനാണ്. കാരണം ഈ വിപണി ഇതിൻ്റെ മൂല്യം മാറിക്കൊണ്ടിരിക്കും അല്ലേ? ഈ ഗോൾഡ് ബിസിനസ്സുകാരെ എടുത്ത് നോക്കിക്കും, അവർക്കും എന്താണ്? ടെൻഷനാണ്. ഒരുപാട് സ്വർണ്ണമുണ്ട്, ഒരുപാട് പൈസയുണ്ട്, പക്ഷെ അവർക്കും എന്താണ്? ടെൻഷനാണ്. അവർ പുറമെ എന്തൊക്കെ കളിച്ച് നടന്നാലും അവർക്ക് എന്താണ്? ടെൻഷനാണ്. ഒന്നെങ്കിൽ കള്ളത്തരത്തിലുണ്ടാക്കുന്ന പണമായിരിക്കും, അല്ലെങ്കിൽ എന്താണ്? നികുതി വെട്ടിപ്പുണ്ടാകും. ഇതെല്ലാം കൊണ്ട് ഇവരുടെ ഉറക്കം നഷ്ടപ്പെട്ടിരിക്കുന്ന സിറ്റുവേഷൻ ആയിരിക്കും. പക്ഷേ ദൈവം തരുന്ന സമ്പത്ത് എന്താണെന്നറിയാമോ? അതെപ്പോഴും സമാധാനത്തോടു കൂടിയതാണ്. ദൈവം നമ്മൾക്കൊരു സമ്പത്ത് തന്നാൽ അതിൻ്റെ കൂട്ടത്തിൽ എന്തും കൂടി ഉണ്ട്? സമാധാനവും കൂടെ നമ്മൾക്ക് ഉണ്ടാകും എന്നുള്ളതാണ് ദൈവം തരുന്ന സമ്പത്തും അല്ലാതെ ലോകം തരുന്ന സമ്പത്തും തമ്മിലുള്ള വ്യത്യാസം. ഇനി നമ്മൾക്കറിയാം, ഇപ്പോൾ നമ്മുടെ കഴിഞ്ഞ മുഖ്യമന്ത്രി ആയിരിക്കുന്ന പിണറായി വിജയനും അദ്ദേഹത്തിൻ്റെ കുടുംബത്തെ ഒന്ന് എടുത്തു നോക്കിക്കേ അല്ലേ? അവർ ഒരുപാട് സമ്പത്തുണ്ടാക്കി. പക്ഷേ ഇപ്പം ലേറ്റസ്റ്റ് നമ്മൾ കേൾക്കുന്നത് എന്താ? അദ്ദേഹത്തിൻ്റെ മകളുടെ സ്വത്തൊക്കെ കണ്ടുകെട്ടാൻ പോകുമെന്ന് പറഞ്ഞിരിക്കുന്നത്. എന്ന് വെച്ചാൽ അത് ഗവൺമെൻറ് പിടിച്ചെടുക്കാൻ പോകുമെന്ന് പറഞ്ഞിരിക്കുന്നത്. വല്ല ഗുണമുണ്ടായോ? ഒരു ഗുണവുമില്ല. ഇതാ ഞാൻ പറഞ്ഞത്, ദൈവം തരുന്ന സമ്പത്തും മനുഷ്യനുണ്ടാക്കുന്ന സമ്പത്തും എന്താണ്? ഒരുപാട് വ്യത്യാസമുണ്ട്. ആനയും ആടും പോലെ വ്യത്യാസമുണ്ട്. കാരണം എന്താ? ദൈവം നമ്മൾക്ക് സമ്പത്ത് തന്നാൽ അതിൻ്റെ കൂട്ടത്തിൽ എന്തുണ്ട്? നമ്മൾക്കൊരു ബഹുമാനവും തരും, നമ്മൾക്കൊരു സമാധാനവും തരും. അല്ലാത്തതിനകത്ത് യാതൊരു ബഹുമാനം കാണിക്കും. എങ്ങനെയാണ് കാണിക്കുന്നതെന്ന് പറയുമ്പോൾ ഉള്ളിൻ്റെ ഉള്ളിൽ നിന്നൊന്നുമല്ല, പുറമെ. ഇപ്പം ലോകത്തിലെ സമ്പത്തുള്ളവരെ ഒക്കെ കണ്ടു കഴിയുമ്പോൾ നമ്മൾ എന്ത് വിചാരിക്കും? ചിലർ അങ്ങനെയുള്ളവരുടെ പുറകെ പോകുന്നവർ അവർക്കൊരു ബഹുമാനം കൊടുക്കുന്നവർ കൊടുക്കും. എങ്ങനെയാണ് കൊടുക്കുന്നത്? പുറമെ നല്ല ചിരിച്ച് അവരെ ഇങ്ങനെ പൊക്കി പറയും. പക്ഷേ അകത്തെന്താ പറയുന്നത്? എവിടുന്നാണ് ഉണ്ടാക്കിയതെന്ന് അറിയാവോ, എങ്ങനെയാണ് ഉണ്ടാക്കിയതെന്ന് അറിയാവോ എന്നൊക്കെ പറയും. ഇപ്പം ഞങ്ങളുടെ അടുത്തൊരു പുള്ളിയുണ്ട്. ഈ പുള്ളി പിന്നെ ഒരുപാട് ആർഭാടം കളിച്ചുകൊണ്ടിരിക്കും. ഇപ്പം എല്ലാവർക്കും അറിയാം ഈ പുള്ളി എന്താണ്? ലോൺ എടുത്ത മുഴുവൻ ലോണിൻ്റെ മേലുള്ള കളിയാണ്. ലോൺ എടുത്തിട്ട് ഈ പുള്ളി എന്താണ്? സമ്പത്തുണ്ടാക്കിക്കൊണ്ടിരിക്കുക. അതുകൂടാതെ എന്താണ്? ഏത് വളഞ്ഞ വഴിയിലും പുള്ളി എന്തുണ്ടാക്കും? സമ്പത്തുണ്ടാക്കും. ഒരുമാതിരിപ്പെട്ട ഈ കഥ അറിയുന്ന ഒരു വ്യക്തികളുടെ ഹൃദയം കൊണ്ട് എന്ത് ചെയ്യുന്നില്ല? ഈ പുള്ളിക്ക് യാതൊരു ബഹുമാനവും കൊടുക്കുന്നില്ല. പുറമെ ചിരിച്ചു കാണിക്കുന്നവർ ചിരിച്ചു കാണിക്കും, പുറമെ അവരെ പൊക്കി പറയുന്നവർ പൊക്കി പറയും. പക്ഷേ ഉള്ളിൻ്റെ ഉള്ളിൽ ഒരൊറ്റ വ്യക്തികൾക്ക് എന്തില്ല? അവരോട് ബഹുമാനമില്ല. കാരണം എന്താ? മനുഷ്യനറിയാം ഇതെങ്ങനെ ഉണ്ടാക്കുന്ന സമ്പത്താ. ഒന്ന്, പൈസ വേറെ രീതിയിൽ ഉണ്ടാക്കും. രണ്ടാമത് ലോൺ എടുത്ത് പൊങ്ങച്ചം കളിക്കും. അതാ ഞാൻ ആദ്യം പറഞ്ഞത്. ഇപ്പോഴുള്ള പല പൊങ്ങച്ചങ്ങളുടെയും പിന്നിൽ എന്താ? ലോണാ. അവരോട് സ്വസ്ഥതയുണ്ടോ എന്ന് ചോദിച്ചാൽ സ്വസ്ഥതയില്ല. കാരണം ജപ്തി വരുമോ,
എന്നുള്ള ടെൻഷനിൽ അവർ ജീവിക്കുന്നത്, അല്ലെങ്കിൽ നാളത്തെ അടവ് എങ്ങനെ അടയ്ക്കും എന്നുള്ള ടെൻഷനിൽ അവർ ജീവിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇതിൽ നിന്നെല്ലാം മനസ്സിലാക്കേണ്ടത് എന്താണ്? നമ്മൾക്ക് സമ്പത്ത് ദൈവം തരണം. അപ്പോൾ ഈ ദൈവം സമ്പത്ത് തരിക എന്ന് പറഞ്ഞാൽ, ഇതിന് മുൻപേ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഒരിക്കലും ദൈവം എന്താണ് ഇങ്ങനെ നമ്മൾ ചുമ്മാ ഇരുന്നിട്ട് ദൈവം സമ്പത്ത് തരുമല്ല ചെയ്യുന്നത്. ദൈവം സമ്പത്ത് ഉണ്ടാക്കാനുള്ള വഴികൾ നമ്മളുടെ മുൻപിൽ തുറന്നു തരും. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ദൈവത്തിൽ ആശ്രയിച്ച് നേരായ രീതിയിൽ നമ്മൾ അധ്വാനിക്കാൻ തയ്യാറായി കഴിഞ്ഞു കഴിയുമ്പോൾ, നമ്മളെ പറ്റുന്ന രീതിയിൽ നമ്മൾ അധ്വാനിക്കാൻ തയ്യാറായി കഴിഞ്ഞു കഴിയുമ്പോൾ ദൈവം എന്ത് തരും? അത് ആ ഒരു മേഖലയെ ദൈവം അങ്ങ് അനുഗ്രഹിച്ചു കഴിഞ്ഞു കഴിയുമ്പോൾ നമ്മൾക്ക് സേവിങ്സുകളും ആവശ്യത്തിനുള്ളതെല്ലാം ദൈവം നമ്മൾക്ക് ഒരുക്കി തരുവാനായിട്ട് ഇടയാകും. അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ നമ്മൾ പ്രാർത്ഥിക്കണം. മടി പിടിച്ച് ചുമ്മാ ഇരുന്നിട്ട് ആരെങ്കിലും കൊണ്ടുത്തരുമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കരുത്. അങ്ങനെയൊക്കെ അത്യാവശ്യ ഘട്ടങ്ങളിൽ ദൈവം നമ്മൾക്ക് കൊണ്ടുത്തരും, അത് വേറെ വിഷയം. പക്ഷേ നമ്മളെപ്പോഴും എന്താണ്? നമ്മൾ അധ്വാനിക്കാനുള്ളൊരു മനസ്സ് നമ്മൾക്കുണ്ടാകണം. അത് നമ്മുടെ ദൈവത്തോട് ചോദിക്കണം. ദൈവം ഒരു വഴി തുറന്നു തരണം, ഞങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു വഴി തുറക്കണം, ഒരു സാമ്പത്തികമായ വിടുതലിനുള്ളൊരു വഴി ദൈവം തുറന്നു തരണം, ഒരു വരുമാന മാർഗത്തെ ദൈവം തുറന്നു തരണം എന്ന് പറയുമ്പോൾ, ദൈവം ഏതെങ്കിലും വിധത്തിൽ നമ്മൾ പ്രാർത്ഥിച്ചു കഴിയുമ്പോൾ ദൈവം നമ്മൾക്ക് അതിനുള്ള വഴി തുറന്നു തരും. എന്നിട്ട് അതിനകത്ത് സത്യസന്ധമായിട്ട് നമ്മുടെ കാര്യങ്ങൾ പോകണം. എന്ന് വെച്ചാൽ അതിനകത്തൊരു തട്ടിപ്പും വെട്ടിപ്പും മറ്റുള്ളവരെ വഞ്ചിക്കുന്നതും ഒന്നും നമ്മളുടെ ജീവിതത്തിൽ എന്തുണ്ടാകാൻ പാടില്ല, നമ്മളുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ പാടില്ല. അപ്പോൾ ദൈവം എന്ത് ചെയ്യും? സ്വർഗത്തിൻ്റെ കിളിവാതിൽ തുറന്ന് ദൈവം നമ്മളെ അനുഗ്രഹിക്കുക തന്നെ ചെയ്യുമെന്നുള്ളൊരു യാഥാർത്ഥ്യം നമ്മൾ മനസ്സിലാക്കുക. യബ്ബേസ് എങ്ങനെയാണ് ദൈവത്തോട് പ്രാർത്ഥിച്ച? ദൈവമേ, അങ്ങനെയൊന്ന് അനുഗ്രഹിക്കണം, എൻ്റെ അതിരുകളെ ഒന്ന് വിസ്താരമാക്കി തരണം, ഒന്ന് വിശാലമാക്കി തരണമെന്ന് പ്രാർത്ഥിക്കുവാനായിട്ടിടയായി. പക്ഷേ യബ്ബേസ് എങ്ങനെയാണ് പ്രാർത്ഥിച്ചത്? ദൈവം എന്നെ ഒന്ന് അനുഗ്രഹിക്കണം, എൻ്റെ അതിരുകളെ വിസ്താരമാക്കണമെന്നാണ് പ്രാർത്ഥിച്ചത്. അവിടെ ഒരിക്കലും ദൈവം കുറേ പൈസ കൊണ്ടത് യബ്ബേസിന് കൊടുത്തു എന്നല്ല, അല്ലേ? യബ്ബേസിന് പൈസ ഉണ്ടാക്കാൻ, അനുഗ്രഹിക്കാനുള്ള വഴികളൊക്കെ ദൈവം എന്ത് ചെയ്തു? തുറന്നു കൊടുത്തു. പുള്ളി അത് നന്നായിട്ട് ഉപയോഗിക്കുവാനായിട്ട് ഇടയായി എന്ന് നമ്മൾക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിഞ്ഞു. ഓക്കെ, അപ്പോൾ ഓർക്കുക, ദൈവം നമ്മൾക്ക് വഴികൾ തുറക്കുമ്പോൾ നമ്മൾ അധ്വാനിക്കാൻ തയ്യാറാകുക. അത് നേരായ മാർഗത്തിൽ മാത്രം സമ്പാദിക്കുവാനും തയ്യാറാകുക. എന്ന് വെച്ചാൽ ടാക്സ് അടയ്ക്കേണ്ടിടത്ത് കറക്റ്റായിട്ട് ടാക്സ് കൊടുക്കണം. മറ്റുള്ളവരുടെ 1 രൂപ നമ്മൾ പറ്റിച്ചെടുക്കരുത്. 50 പൈസ പോലും നമ്മൾ വേറൊരാളുടേത് നമ്മളുടെ കരത്തിലുണ്ടാകരുത്. നമ്മളത് തിരിച്ചു കൊടുക്കണം. അപ്പോൾ നിങ്ങൾ വിചാരിക്കും, ഈ പറയുന്ന ആൾ അങ്ങനെയാണോ എന്ന് ചോദിക്കും. ഞാൻ അങ്ങനെ തന്നെയാണ്. ഞാൻ അതിന് മുൻപേ ഒക്കെ പറഞ്ഞിട്ടുണ്ടല്ലേ, ഒരു 50 പൈസ ഒരു ബസ്സുകാർ എനിക്ക് തന്നാൽ പോലും ഞാനത് തിരിച്ചു കൊടുക്കും. കാരണം നമ്മളുടെയൊക്കെ അവകാശപ്പെടാത്തത് നമ്മളുടെ കരത്തിലുണ്ടാകാൻ പാടില്ല. അതെൻ്റെ ജീവിതത്തിൽ ഞാൻ ഫോളോ ചെയ്യുന്നതാണ്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. അതുകൊണ്ട് എനിക്ക് ഉറപ്പോടെ പറയുവാൻ പറ്റും. അതുകൊണ്ട് ദൈവം ആർക്കും കടക്കാരനാകത്തില്ല. ദൈവം നമ്മളെ അനുഗ്രഹിക്കത്തേ ഉള്ളൂ കേട്ടോ. അതുകൊണ്ട് മറ്റുള്ളവരുടേത് നമ്മൾ ഒരിക്കലും ആഗ്രഹിക്കരുത്. മറ്റുള്ളവരുടേത് നമ്മൾ പിടിച്ചു മേടിക്കുവാനായിട്ടൊന്നും നിൽക്കരുത്. നമ്മളിനി കടം മേടിച്ചിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ കറക്റ്റായിട്ട് തിരിച്ചു കൊടുക്കുവാനായിട്ട് നമ്മൾ പഠിക്കണം. അപ്പോൾ എന്താണ്? ദൈവം നമ്മളെ അനുഗ്രഹിക്കുക തന്നെ ചെയ്യും. അതുകൊണ്ട് നമ്മൾ ഒരു 5 പൈസ മറ്റുള്ളവരുടെ ഒരു 5 പൈസയോ സാധനമോ നമ്മളുടെ കരത്തിലുണ്ടാകരുത്. നമ്മൾ പറ്റിക്കരുത്. ഇപ്പോൾ നമ്മൾ എന്ത് ബിസിനസ് നടത്തുമ്പോഴും അതിനകത്ത് മാന്യമായിട്ടുള്ള അത്യാവശ്യം ലാഭമല്ലാതെ കൊള്ള ലാഭമൊന്നും നമ്മൾ എടുക്കരുത്. അങ്ങനെയൊക്കെ എടുത്തു കഴിഞ്ഞാൽ എന്താ പ്രശ്നം എന്നറിയാമോ? ഇത് ഹോസ്പിറ്റലുകളിൽ പോകും. ഇനി വലിയ വലിയ പണക്കാരെയൊക്കെ എടുത്ത് നോക്കി, ദൈവമില്ലാതെ ജീവിക്കുന്ന വലിയ വലിയ പണക്കാരെ എടുത്ത് നോക്കിക്കും, അവരുടെ ഏറ്റവും വലിയ തലവേദനയായിരിക്കും അവരുടെ തലമുറകൾ. നിങ്ങൾ ഓർത്ത് നോക്കിക്കും, നിങ്ങളൊന്ന് പഠിച്ചു നോക്കിക്കോ, സമൂഹത്തിലോട്ടൊന്ന് ഇറങ്ങി ഒന്ന് പഠിച്ചു നോക്കിക്കും. അവരുടെ ഏറ്റവും വലിയ തലവേദനയായിരിക്കും അവരുടെ തലമുറ. ഇവരുണ്ടാക്കുന്നത് ആർക്ക് വേണ്ടിയിട്ടാണ്? ഈ തലമുറയ്ക്ക് വേണ്ടിയിട്ടാണ്. ഇതേ തലമുറ ഇവരുണ്ടാക്കുന്നത് നശിപ്പിക്കുകയും ചെയ്യും. ഇവർക്ക് തലവേദന കൊടുക്കും. ഒന്നെങ്കിൽ പെണ്ണ് കേസിൽപ്പെടും, അല്ലെങ്കിൽ കഞ്ചാവ്, പിന്നെ MDMA, ഇതിൻ്റെയൊക്കെ പുറകെ പോകും. അല്ലെങ്കിൽ അതിനകത്ത് ആ കുരുക്കിൽപ്പെടും. അവസാനം ഇതിനെ ഇറക്കിക്കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഈ അപ്പനുണ്ടാക്കിയ സ്വത്ത് മുഴുവൻ കളയും. പിന്നെ അല്ലെങ്കിൽ എന്താണ്? കൂട്ടുകാരുടെ കൂടത്തിൽ കൂടി കുടിയും വലിയും കുറേ അടിച്ചു പൊളിച്ചുള്ള ജീവിതം ഇങ്ങനെ മുഴുവൻ നശിപ്പിച്ച് കളയും. ഇതാണ് ദൈവമില്ലാതെ ഉണ്ടാക്കുന്ന സ്വത്തിൻ്റെ പരിണിത ഫലം എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ഹോസ്പിറ്റലിൽ കൊണ്ടുവരും. ഇവർക്കില്ലാത്ത രോഗമില്ല. വലിയ പണക്കാരെയൊക്കെ എടുത്ത് നോക്കും, എല്ലാത്തിനും അസുഖങ്ങളാണ്. എന്താ? ഷുഗർ, പ്രഷർ, കൊളസ്ട്രോൾ തുടങ്ങി അങ്ങനത്തെ ബേസിക് ആയിട്ടുള്ളത് തൊട്ട് തുടങ്ങി വലിയ അസുഖങ്ങൾ വരെ അങ്ങ് കിടക്കുക. എല്ലാം ഇതിൻ്റെ ആണെന്നല്ല ഞാൻ പറഞ്ഞത്. ഞാനിങ്ങനെ ദൈവമല്ലാത്ത, ദൈവത്തെ നോക്കാതെ പൈസ ഉണ്ടാക്കുന്നവരുടെ ഒരു ബേസിക് കാര്യം പറഞ്ഞതേ ഉള്ളൂ. അല്ലാതെ രോഗമാകുന്നതുണ്ട്. അവിടെയൊക്കെ നമ്മൾ നേരോടെ ആണെങ്കിൽ ദൈവം നമ്മൾക്ക് ചികിത്സിക്കാനുള്ള പണം ദൈവം നമ്മൾക്ക് ഒരുക്കി തരും. അതല്ല എങ്കിൽ ദൈവം നമ്മൾക്ക് സൗഖ്യം തരും. ദൈവം അതിനകത്ത് ഇടപെടുക തന്നെ ചെയ്യും കേട്ടോ. ഇതെൻ്റെ ജീവിതത്തിൻ്റെ അനുഭവമാണ്. കാരണം നമ്മൾ ദൈവത്തിൽ അങ്ങ് ആശ്രയിച്ച് കഴിഞ്ഞാൽ എന്താണെന്നറിയാമോ? ദൈവം നമ്മളെ കരുതുന്നേ.
അതിനകത്ത് യാതൊരു തർക്കവുമില്ല. അതെൻ്റെ ജീവിതത്തിൻ്റെ അനുഭവത്തിൽ നിന്ന് തന്നെയാണ് ഞാൻ പറയുന്നത്. ദൈവം നമ്മളെ കരുതും. ഏത് കുരുക്കിൽ നമ്മൾ അകപ്പെട്ടാലും ദൈവം അതിൽ നിന്ന് നമ്മളെ പുറത്ത് കൊണ്ടുവരിക തന്നെ ചെയ്യും. അത് ദൈവത്തിൻ്റെ വിശ്വസ്തത. അപ്പോൾ എന്ത് ചെയ്യണം? ദൈവത്തിൽ ആശ്രയിക്കണം. രണ്ടാമത് നേരായ പാതയിൽ സമ്പത്ത് ഉണ്ടാക്കുവാനായിട്ട് നമ്മൾ ശ്രമിക്കുക. ദൈവത്തിൽ മാത്രം അങ്ങ് ആശ്രയിച്ചോ. ദൈവം നമ്മളെ ഉപേക്ഷിക്കുന്ന ദൈവമല്ലേ. കഴിഞ്ഞ ദിവസം ഒരു പ്രവാചക ആൻറ്റി എൻ്റെ വീട്ടിൽ വരുവാനായിട്ടിടയായി. അപ്പോൾ ആൻറ്റിയുടെ വേറൊരു ആവശ്യത്തിന് വന്നതാണ്. അന്നേരം പോകുന്ന വഴിക്ക് എന്നെ ഒന്ന് വിളിച്ച് എൻ്റെ വീട്ടിലും കയറി. അപ്പോൾ ആൻറ്റി വന്നപ്പോൾ എന്നോട് പറഞ്ഞൊരു കാര്യമുണ്ട്. എനിക്കിവിടെ ഒരുപാട് ആൾക്കാരെ എനിക്കറിയാം, ഈ പട്ടണത്തിൽ ഒരുപാട് ആൾക്കാരെ എനിക്കറിയാം, പക്ഷേ എനിക്ക് നിൻ്റെ അടുത്തോട്ട് വരാനാണ് എനിക്കൊരു ഗൈഡൻസ് ദൈവം തന്നത്. അങ്ങനെ ഞാൻ വന്നു. അപ്പോൾ ഞാൻ ഇന്നലെ പറഞ്ഞ് ഞങ്ങൾ കുറച്ച് വിഷയങ്ങളിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ കറക്റ്റ് ദൈവം ഇങ്ങോട്ട് ആൻറ്റീനെ അയച്ചു. ആ ആൻറ്റി വേറൊരു ആൻറ്റിയുടെ കൂട്ടുകാരത്തെയും കൂടി ഉണ്ടായിരുന്നു. അപ്പോൾ ഈ ആൻറ്റി വന്ന് പ്രാർത്ഥിച്ചു, നല്ലപോലെ ഇരുന്ന് പ്രാർത്ഥിച്ചു, പ്രവചനങ്ങൾ പറഞ്ഞു. അപ്പോൾ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഈ ആൻറ്റി എന്നോട് പറഞ്ഞൊരു കാര്യമുണ്ട്. എന്താണെന്നറിയുമോ? എപ്പോഴും പോസിറ്റീവ് മാത്രം പറയണം, പോസിറ്റീവ് വചനങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കണം എന്നൊക്കെ പറഞ്ഞു ഈ ആൻറ്റി പ്രാർത്ഥിച്ചപ്പോൾ ഈ ആൻറ്റിനെ എനിക്കറിയാം, വർഷങ്ങളായിട്ട് അറിയാം. ഇപ്പോൾ ഈ ആൻറ്റിയും അങ്ങനെയാണ്. പോസിറ്റീവ് വചനങ്ങൾ മാത്രമേ പറയത്തുള്ളൂ, പോസിറ്റീവ് കാര്യങ്ങൾ മാത്രമേ പറയത്തുള്ളൂ. അപ്പോൾ ദൈവത്തിൻ്റെ വചനത്തിനകത്ത് നെഗറ്റീവായിട്ടുള്ള വചനങ്ങളുണ്ട്, പോസിറ്റീവായിട്ടുള്ള വചനങ്ങളുണ്ട്. എന്ന് വെച്ചാൽ നെഗറ്റീവ് വചനങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താണ്? നെഗറ്റീവ് എന്ന് വെച്ചാൽ ശിക്ഷയുടെ വചനങ്ങളൊക്കെ ഉണ്ടല്ലേ. അപ്പോൾ അതല്ലാതെ അനുഗ്രഹത്തിൻ്റെ വചനങ്ങളുമുണ്ട്. അപ്പോൾ ഈ ആൻറ്റി എന്നോട് പറഞ്ഞ അനുഗ്രഹത്തിൻ്റെ വചനങ്ങൾ മാത്രം പറഞ്ഞുകൊണ്ടിരിക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്കറിയാം ഈ ആൻറ്റി അങ്ങനെ തന്നെ പ്രാക്ടീസ് ചെയ്യുന്ന ഒരു ആൻറ്റിയാണ്, അനുഗ്രഹത്തിൻ്റെ വചനങ്ങൾ മാത്രം പറയുന്ന ഒരു ആൻറ്റിയാണ്. അപ്പോൾ ഈ ആൻറ്റി വന്ന് പ്രാർത്ഥിച്ച് പോയപ്പോൾ ഉള്ള ഒരു അനുഭവം എന്താണെന്നറിയാമോ? ഭയങ്കര പോസിറ്റീവായിട്ടുള്ളൊരു എനർജി അങ്ങ് ഫീൽ ചെയ്യുവാനായിട്ടിടയെ. ഞാൻ പറഞ്ഞു, ഞങ്ങൾ ഭയങ്കര വിഷയത്തിലൂടെ ഇങ്ങനെ ഒരു വിഷയത്തിൻ്റെ പുറത്ത് ഭയങ്കരമായിട്ട് ഭാരപ്പെട്ടിരിക്കുകയായിരുന്നു. അന്നേരം നമ്മൾക്ക് പോസിറ്റീവായിട്ട് ചിന്തിക്കാൻ പോലും പറ്റാത്തൊരു സിറ്റുവേഷനായിരുന്നു. പക്ഷേ ഈ ആൻറ്റി വന്ന് പ്രാർത്ഥിച്ചങ്ങ് പോയി കഴിഞ്ഞപ്പോഴത്തേക്കും ഭയങ്കരമായ പോസിറ്റീവായിട്ടുള്ളൊരു എനർജി അങ്ങ് വ്യാപരിക്കുവാനായിട്ടിടയായി. അപ്പോൾ എനിക്ക് മനസ്സിലായി എന്താണെന്നറിയാമോ? ഈ ആൻറ്റിയിൽ വ്യാപരിക്കുന്ന ഒരു സ്പിരിറ്റ്, അത് എന്താ? ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവാ. എന്താ? പോസിറ്റീവായിട്ട് മാത്രം ആ ആൻറ്റിയിലൂടെ ആ ഒരു ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് വ്യാപരിച്ചു കൊണ്ടിരിക്കുക. എന്താ കാരണം? ഈ ആൻറ്റി പോസിറ്റീവ് വചനങ്ങൾ തന്നെ പറഞ്ഞ് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ പറയത്തുള്ളൂ. നമ്മൾ പോസിറ്റീവായിട്ട്, ഞാനൊരു വീഡിയോ വരെ ചെയ്തിട്ടുണ്ട്, പോസിറ്റീവേ ചെയ്തിട്ടുള്ളത്. ഇതൊക്കെ പറഞ്ഞാലും എന്തെങ്കിലും ഒരു വിഷയം എന്ന കർത്താവേ തോറ്റു പോകുമോ, ഇവിടെ നമ്മൾ എന്താ പറയുക, നമ്മൾ പരാജയപ്പെട്ടു പോകുമോ, വിഷയങ്ങളിലൂടെ കടന്നു പോകുമോ എന്നൊക്കെ നമ്മൾ ചോദിച്ചു പോകും അല്ലേ. പക്ഷേ ഈ ആൻറ്റി അങ്ങനെയല്ല. ഈ ആൻറ്റി എപ്പോഴും പോസിറ്റീവ് മാത്രമേ പറയത്തുള്ളൂ. അത്രയും ഒരു പോസിറ്റീവ് എനർജി ആയിരുന്നു ആ ആൻറ്റി പ്രാർത്ഥിച്ച് എഴുന്നേറ്റ് പോയി കഴിഞ്ഞപ്പോൾ. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്നറിയാമോ? ഞാൻ പറഞ്ഞു വരുന്നതിൻ്റെ സാരം ഇത്രയേ ഉള്ളൂ. നമ്മൾ പോസിറ്റീവായിട്ട് മാത്രം ഈ ഒരു വിഷയത്തിൽ നമ്മളങ്ങ് ചിന്തിക്കുക, നമ്മൾ പ്രാർത്ഥിക്കുക, പ്രവർത്തിക്കുക. എൻ്റെ ദൈവം എന്നെ അനുഗ്രഹിക്കും, സ്വർഗത്തിൻ്റെ കിളിവാതിലുകളെ തുറന്ന് അനുഗ്രഹിക്കും. നമ്മൾ ചെയ്യാനുള്ളതൊക്കെ ചെയ്യുക. അതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ പ്രാർത്ഥിക്കുക. ഇനി ഒരു വഴിയും മുൻപിൽ ഇല്ല എങ്കിൽ എന്താ ചെയ്യേണ്ടത്? ദൈവത്തോട് പ്രാർത്ഥിക്കണം. ദൈവമേ, എനിക്കൊരു വഴി ദൈവം തുറന്നു തരണം. ദൈവം എനിക്കൊരു വഴി തുറന്നു തരണമേ കർത്താവേ, ഒരു വരുമാന മാർഗത്തിൻ്റെ വഴി തുറന്നു തരണമേ എന്ന് നമ്മൾ പ്രാർത്ഥിക്കണം. ഞാൻ അങ്ങനെ പ്രാർത്ഥിച്ച് മേടിച്ച ആളാണ്. അപ്പോൾ നമ്മളത് ദൈവത്തോട് പറയുക. അപ്പോൾ ദൈവം എന്താണ്? നമ്മൾക്ക് വേണ്ടിയിട്ട് വഴി തുറന്നു തരും. എന്നിട്ട് ആ വഴി മാക്സിമം നമ്മൾ അത് ഉപയോഗിക്കുവാനും പോസിറ്റീവായിട്ട് നമ്മൾ ഉപയോഗിക്കുവാനും ശ്രമിക്കുക. അപ്പോൾ ദൈവം എന്താണ്? നമ്മളെ അനുഗ്രഹിക്കുക തന്നെ ചെയ്യും. അപ്പോൾ ഈ വചനം എന്താണ്? അതുകൊണ്ട് നമ്മൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കരുത്, ദൈവത്തിൻ്റെ അപ്പസ്തോലന്മാരൊക്കെ അവർ കഷ്ടത്തിലൂടെയും ദുരിതത്തിലൂടെയൊക്കെ കടന്നു പോയിരുന്നതെന്ന് പറഞ്ഞുകൊണ്ടിരുന്നാൽ എന്താണ്? അങ്ങനെ തന്നെ നമ്മളുടെ ജീവിതത്തിൽ സംഭവിക്കത്തുള്ളൂ. അതല്ല, അവരുടെ ജീവിതത്തിൽ അവർ കഷ്ടത്തിലൂടെയും ദുരിതത്തിലൂടെയും ഒക്കെ കടന്നു പോയി എങ്കിലും അവരുടെ ഏറ്റവും വലിയ സമ്പത്തായിരുന്നു ദൈവം അല്ലേ. ദൈവം അവരെ ഏതെങ്കിലും ദൈവത്തിൻ്റെ കൂട്ടത്തിൽ 3.5 വർഷം നടന്നപ്പം അവർ പട്ടിണി കിടന്നു അതിനകത്തുണ്ടോ? ഇല്ല. വിശന്നപ്പോൾ എന്താ പറയുക, കതിരി പറിച്ചു തിന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. അതൊക്കെ സത്യമാണ്. പക്ഷേ അവർ പട്ടിണി ഇട്ടിട്ടില്ല ദൈവം. പത്രോസ് പറഞ്ഞ, കർത്താവേ എന്ത് ചെയ്യണം? ടാക്സ് അടയ്ക്കണം എന്ന് പറഞ്ഞപ്പം എനിക്ക് നിനക്കും പോയിട്ടുള്ളത് എടുക്കാൻ പറഞ്ഞു. എനിക്ക് വേണ്ടി മാത്രമുള്ളതല്ല, നിനക്കും കൂടി ഉള്ളതാ. ആ ഒരു മത്സ്യത്തിൻ്റെ വായിൽ എന്തുണ്ട്? അത് പണമുണ്ട്. ഇനി അതെടുത്ത് പോയിട്ട് ചൂണ്ടെടുത്ത് പിടിച്ച് പോയിട്ട് എന്ത് ചെയ്യണം? അടച്ചോളാൻ പറഞ്ഞു. അപ്പോൾ ദൈവം അന്നും അവരെ കരുതിയതാണ്. പിന്നെ അന്നത്തെ ആ ഒരു കാലഘട്ടത്തിൻ്റെ ആ ഒരു അനുസരിച്ചും എന്ന് വെച്ചാൽ അവർക്ക് എന്താണ്? അവരെല്ലാം വിട്ട് ദൈവത്തെ അനുഗമിച്ചവരാ ശിഷ്യന്മാർ അല്ലേ. അവർക്ക് വേറെ ഒരു ലക്ഷ്യമില്ല. അവർക്ക് എന്താണ്? അവർക്ക് ദൈവത്തിൻ്റെ വേല, അത് മാത്രമേ അവരുടെ ലക്ഷ്യമുണ്ടായിരുന്നുള്ളൂ. അവർ പടകും അപ്പനെ അമ്മേനെ എല്ലാം വിട്ട് ദൈവത്തെ അനുഗമിച്ചവരാ അല്ലേ. അപ്പോൾ ഈ പത്രോസിൻ്റെ പൗലോസ്, അപ്പസ്തോലനായ പൗലോസൊക്കെ മുട്ട് ഉണ്ടായിരുന്നു, അത് തീർത്തു. ദൈവം അവർക്ക് തീർത്തു കൊടുത്ത ചരിത്രങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ മുട്ടുള്ളവനും തീർത്തു കൊടുത്ത ദൈവത്തെയാണ് നമ്മളവിടെ കാണുന്നത്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് നമ്മൾ അങ്ങനെയല്ല ചിന്തിക്കേണ്ടത്. അതിനകത്ത് പോസിറ്റീവായിട്ട് നമ്മൾ ചിന്തിക്കണം. കാരണം ദൈവം എന്താ പറഞ്ഞിരിക്കുന്നത്? ദൈവം കാൽവരി ക്രൂശിൽ നമ്മൾക്ക് വേണ്ടിയിട്ട് ദരിദ്രനായിട്ട് വന്നത് എന്തിനാണ്? നമ്മളെ സമ്പന്നരാക്കാനാണ്. അപ്പോൾ ആ ഒരു വചനം നമ്മൾ വിശ്വസിച്ച് നമ്മളത് ദൈവത്തോട് പറഞ്ഞുകൊണ്ടിരിക്കുക. അതുകൊണ്ട് ആ ഒരു വചനം ആ ഒരു രീതിയിൽ പോസിറ്റീവായിട്ട് ചിന്തിക്കുകയും
പോസിറ്റീവായിട്ട് നമ്മൾ പറയുകയും പോസിറ്റീവായിട്ട് പ്രവർത്തിക്കുകയും ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ സാമ്പത്തിക മേഖലകൾ അപ്പാടെ മാറുവാനായിട്ട് ഇടയാകും. ദൈവം നമ്മൾക്ക് അന്നന്ന് ജീവിക്കാനുള്ളത് മാത്രമല്ല സേവിങ്സുകളും തന്ന് ദൈവം നമ്മളെ അനുഗ്രഹിക്കുവാനായിട്ട് ഇടയാകും എന്നുള്ളൊരു യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയുക. എന്നിട്ട് ഈ വചനം മറന്നു പോകേണ്ടത് ഏതാണ്? ഫസ്റ്റ് ക്രോണിക്കൽസ് 29:11-12 അത് മുഴുവൻ പറയണം. കാരണം അതിനകത്ത് ദൈവത്തിൻ്റെ ഒരു സർവാധികാരം വരെ അതിനകത്ത് എന്താണ് വെളിപ്പെട്ട് നിൽക്കുന്നുണ്ട്. എന്താ, ഞാൻ ഒന്നും കൂടെ വായിക്കാം. യഹോവേ, രാജത്വം നിനക്കുള്ളതാകുന്നു എന്ന് വെച്ചാൽ നീ രാജാവാകുന്നു, രാജത്വം നിനക്കുള്ളതാകുന്നു. നീ സകലത്തിനും മീതെ തലവനായിരിക്കുന്നു എന്ന് വെച്ചാൽ സകലത്തിൻ്റെ തലവനാരാ? കർത്താവ്. സമ്പത്തിൻ്റെ എല്ലാ തലവനാരാ? കർത്താവ്. നീ സകലത്തിനും മീതെ തലവനായിരിക്കുന്നു. അടുത്തത് എന്താണ്? ധനവും ബഹുമാനവും നിങ്കൽ നിന്ന് വരുന്നു. ഓക്കെ, ഇനി അടുത്തത് വേറെ എവിടുന്നും അല്ല വരുന്നത്, ദൈവത്തിൽ നിന്നാണ് വരുന്നത്. ദൈവം സമ്പത്ത് തന്നാലേ അതിൻ്റെ കൂട്ടത്തിൽ ബഹുമാനവും വരത്തുള്ളൂ. ഓക്കെ, ഇനി അടുത്തത് എന്താണ്? നീ സർവവും ഭരിക്കുന്നു എന്ന് വെച്ചാൽ സർവത്തെയും ഭരിക്കുന്നവൻ ആരാ? ദൈവമാണ്. അതുകൊണ്ട് ഞാൻ ദാരിദ്ര്യത്തിൽ ജീവിക്കേണ്ടവനല്ല, അതുകൊണ്ട് ദൈവമാണ് സർവത്തെയും ഭരിക്കുന്നവൻ. അതുകൊണ്ട് ഈ നമ്മുടെ ദാരിദ്ര്യത്തിൻ്റെ പിശാച് വിട്ടുപോകണം. ആ പിശാചല്ല നമ്മളെ ഭരിക്കേണ്ടത്, ദൈവമാണ് ഭരിക്കേണ്ടത്. ഓക്കെ, നീ സർവവും ഭരിക്കുന്നു, ശക്തിയും ബലവും നിന്റെ കയ്യിലിരിക്കുന്നു എന്ന് വെച്ചാൽ ശക്തിയും ബലവും ഒക്കെ ദൈവത്തിൻ്റെ കരത്തിലിരിക്കുന്നു. അതുകൊണ്ട് ആ ശക്തിയും ബലവും ഒക്കെ ദൈവം എനിക്ക് തരും. എന്നിട്ട് എനിക്ക് അധ്വാനിക്കാനുള്ള വഴികൾ ദൈവം തുറക്കും. അധ്വാനിക്കാനുള്ള ശക്തിയും ബലവും എല്ലാം ആര് തരും? ദൈവം തരും. ഓക്കെ, ഇനി അടുത്തത് എന്താണ്? സകലത്തെ വലുതാക്കുന്നതും ശക്തീകരിക്കുന്നതും നിന്റെ പ്രവൃത്തിയാകുന്നു എന്ന് വെച്ചാൽ ഈ ദൈവം ആരാ? സകലത്തെയും വലുതാക്കുന്ന ദൈവമാണ്. എന്ന് വെച്ചാൽ ഇച്ചിരിയേ ഉള്ളൂ എങ്കിൽ അതിന് വലുതാക്കി തരുന്നത് ആരാണ്? ദൈവമാണ്. അപ്പോൾ ഇത് നമ്മൾ അതുകൊണ്ട് ഈ വചനം അങ്ങനെ തന്നെ പറഞ്ഞ് നമ്മൾ പ്രാർത്ഥിച്ച് അതിന്മേൽ നമ്മൾ ജയമെടുക്കുക. പോസിറ്റീവായിട്ട് ചിന്തിച്ച് പോസിറ്റീവായിട്ട് പറഞ്ഞ് നമ്മൾ ദൈവത്തിൻ്റെ സന്നിധിയിൽ നിന്ന് നന്മ പ്രാപിച്ചെടുക്കുക. ഈ ദിവസങ്ങളിൽ ദൈവം തീർച്ചയായിട്ടും എൻ്റെയും നിങ്ങളുടെ എല്ലാം എന്താണ് ലെവൽ മാറ്റും. എന്തിനാ? നമ്മൾക്ക് സേവിങ്സുകളെ തരും ദൈവം. സാമ്പത്തികമായൊരു ഫിനാൻഷ്യൽ ബ്രേക്ക് ത്രൂ ദൈവം നമ്മൾക്ക് തരുവാനായിട്ട് ഇടയാകും. അതിൻ്റെ കൂട്ടത്തിൽ ദൈവത്തിൻ്റെ മാന്യത അതും ദൈവം നമ്മൾക്ക് തരുവാനായിട്ട് ഇടയാകും. വെറുതെ സമ്പത്ത് മാത്രമല്ല, അതിൻ്റെ കൂട്ടത്തിൽ മാന്യതയും തന്ന് ദൈവം നമ്മളെ അനുഗ്രഹിക്കുവാനായിട്ട് ഇടയാകും. ഏറ്റെടുക്കുന്നവർക്ക് വിടുതലാണ്. എനിവേ, എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.